ഷാർജയിൽ മലയാളി കുത്തേറ്റ് മരിച്ചു. കണ്ണൂർ സ്വദേശി ഇസ്മയിലാണ് കൊല്ലപ്പെട്ടത്. ടിക്ടോക്ക് ലൈവിനിടയിലെ തർക്കമാണ് കൊലപാതകത്തിൽ കലാശിച്ചത്. പ്രതി മലയാളിയാണെന്ന് സംശയം. മുഹമ്മദ് റഹീസാണ് ദുബൈയിൽ നിന്ന്. റഹീസെ, ഗുഡ് ഈവനിംഗ്. ഈ ടിക്ടോക്ക് ലൈവിനിടെ എന്താണ് ഈ തർക്കത്തിന് ആധാരമായ കാര്യം? ഇതിൽ പ്രതിഭാഗത്തും ഒരു മലയാളി ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ടല്ലോ. ഏതാണ്ട് മലയാളിയാണ് പ്രതിസ്ഥാനത്തുള്ളത് എന്ന് സ്ഥിരീകരിച്ച് പറയാവുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. കാരണം അതിന്റേതായിട്ടുള്ള ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെയും പുറത്തു വന്നിട്ടുണ്ട്. ആ ദൃശ്യങ്ങളുടെ ഓഡിയോ കേൾപ്പിക്കാൻ കഴിയുന്നതല്ല. കാരണം അവർ വെല്ലുവിളിച്ച് അസഭ്യം പറയുന്നതിന്റെ വളരെ നീണ്ട ഒരു ഓഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഇയാൾ മരിച്ചിട്ടുണ്ട്. അതായത് കണ്ണൂർ സ്വദേശി ഇസ്മായിൽ പൊന്നാരം എന്നയാൾ മരിച്ചിട്ടുണ്ട് എന്നുള്ള വിവരം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ച് നൽകാൻ കഴിയും. ഷാർജ അൽനാദയിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രതിയായിട്ടുള്ള ആളും മലയാളിയാണ് എന്നുള്ള നിലയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അതായത് വലിയൊരു തർക്കമാണ് ഈ ടിക്ടോക്കുമായി ബന്ധപ്പെട്ടുണ്ടായത്. സാധാരണ നിലയിൽ ടിക്ടോക്ക് യുഎഇയിലൊക്കെ മലയാളി കമ്മ്യൂണിറ്റികൾ ഏറ്റവും അധികം കണക്റ്റഡ് ആകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ നമ്മൾ സാധാരണ ഗതിയിൽ ഈ കേരളത്തിലൊക്കെ ഇപ്പോൾ കാണുന്നത് പോലെ യൂട്യൂബർമാർ തമ്മിലുള്ള തമ്മിലടി, ഒപ്പം തന്നെ അവരുടെ വെല്ലുവിളി, ലൈവിൽ വന്നു നിന്നുകൊണ്ട് ഉള്ള വീരവാദം, ഒപ്പം തന്നെ തല്ലാമെങ്കിൽ നേർക്കു വരിക എന്നുള്ള തരത്തിലൊക്കെയുള്ള വെല്ലുവിളികളുണ്ട്. അതുപോലെ തന്നെ ഉണ്ടായ ഒരു വെല്ലുവിളിയുടെ ഭാഗമായി തന്നെയാണ് അത് അവസാനം ഒരു കൊലപാതകത്തിലേക്കൊക്കെ നയിച്ചത് എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത്. അതായത് ഇന്നലെ മെനങ്ങാന്ന് രാത്രി ഇവർ തമ്മിൽ ഒരു വാക്കേറ്റം ഉണ്ടാകുന്നു. ലൈവിനിടയിൽ തന്നെ അസഭ്യം പറയുന്നു. എന്നിട്ട് കണക്കുകൾ തീർക്കാനുണ്ടെങ്കിൽ നേർക്കുനേർ കാണാം എന്നുള്ള രീതിയിൽ വലിയ തോതിൽ രണ്ടുപേരും വീരവാദം മുഴക്കുന്നുണ്ട്. അവർ അത്തരത്തിൽ അസഭ്യം പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്നു. ശേഷം ഇവർ തമ്മിൽ കണ്ടുമുട്ടുന്നു. അതിനുശേഷം ഉണ്ടായ കത്തിക്കുത്തിലാണ് ഈ കണ്ണൂർ സ്വദേശിയായിട്ടുള്ള ഇസ്മായിൽ പൊന്നാരം മരിച്ചത് എന്നുള്ളതാണ് നിലവിൽ പുറത്തുവരുന്ന വിവരം. എന്തായാലും ഇദ്ദേഹത്തിന്റെ മൃതദേഹം ഇപ്പോൾ ഷാർജയിലുണ്ട്. ഇദ്ദേഹത്തിന്റെ സഹോദരൻ ഷാർജയിലെ ഇരിക്കുന്നു വിവരമാണ് പുറത്തു വരുന്നത്. എന്തായാലും ഈ ടിക്ടോക്ക് നേരത്തെ പലതരത്തിൽ ഈ മലയാളി കമ്മ്യൂണിറ്റികൾക്കിടയിൽ ഇവിടെ പ്രശ്നമുണ്ടാകാനുള്ള ഈ ഷാർജ ദുബായ് മേഖലകളിലൊക്കെയും വലിയ പ്രശ്നമുണ്ടാകാൻ കാരണമായിരുന്ന ഒന്നാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമം. ഒപ്പം തന്നെ അവരെ ആക്ഷേപിക്കുന്നത് ഏറ്റവും കൂടുതൽ ടിക്ടോക്കിലൂടെയായിരുന്നു. അങ്ങനെ പല കേസുകളും കഴിഞ്ഞ കുറെ നാളുകളായി പുറത്തു വന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത്ര ഗുരുതര സ്വഭാവത്തിലുള്ള ഒരു കേസ് പുറത്തു വരുന്നത്. എന്തായാലും ഈ പ്രതി എന്ന് സംശയിക്കപ്പെടുന്നയാൾ പോലീസിന്റെ കസ്റ്റഡിയിൽ ഉണ്ട് എന്നാണ് സ്ഥിരീകരിക്കാതെ നമുക്ക് ലഭിക്കുന്ന വിവരം.